ദൈവനാമത്തിന് മഹത്വം. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അത്തരത്തിൽ പ്രശംസിക്കപ്പെട്ട അനേക മഹിളാരത്നങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഓരോ കാലഘട്ടങ്ങൾ അവസാനിക്കുമ്പോഴും വ്യത്യസ്ത തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ച സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് വർണ്ണിച്ചിട്ടുമുണ്ട്. അവരിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് എസ്തർ രാജ്ഞി. അഹശ്വേരോശ് രാജാവിന്റെ 7-ാം ആണ്ട് വാഴ്ചയിൽ യഹൂദന്മാരുടെ വിടുതലിനായി എസ്തർ രാജ്ഞി പ്രയത്നിച്ച അനുഭവങ്ങൾ നമുക്കേറെ പരിചിതമാണ്. താൻ കൈവരിച്ച ഈ സന്തോഷം ആഘോഷമാക്കാൻ ദേശത്തെ സകല സ്ത്രീകൾക്കും ഈ കാലഘട്ടത്തിൽ എസ്തർ രാജ്ഞി ഒരു വിരുന്നൊരുക്കുകയും അവിടേക്ക് കടന്നു വരുന്ന ഓരോ അതിഥികളും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സാങ്കല്പിക രംഗമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. എസ്തർ രാജ്ഞിയുടെ സ്നേഹവിരുന്ന്, ഒരു ദൃശ്യാവിഷ്കാരം. ഒന്ന് വേഗമാകട്ടെ, അതിഥികൾ എത്താൻ സമയമായി. നമ്മുടെ കൃത്യനിഷ്ഠയും വിശ്വാസവും കണക്കിലെടുത്താണ് നമ്മെ രാജ്ഞി ഈ ഇവന്റിന് ചുമതലപ്പെടുത്തിയത്. ശരിയാ, ആർക്കും ഒരു പരിഭവവും തോന്നാത്ത വിധത്തിലാകണം നമ്മുടെ സ്വീകരണം. എന്തെങ്കിലും പിഴവ് വന്നാൽ രാജ്ഞിക്കല്ലേ നാണക്കേട്, നമ്മളോടുള്ള വിശ്വാസവും നഷ്ടപ്പെടും. ക്ഷണിച്ച അതിഥികളുടെ ലിസ്റ്റ് കൂടെ എടുത്തു വെക്കാം, അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാകുമല്ലോ. ആഹാ, ആരാ ഈ ഇത്ര നേരത്തെ വരുന്നത്? കണ്ടിട്ട് ഒരു രാജ്ഞിയുടെ പ്രൗഢിയുണ്ടല്ലോ. അയ്യോ, കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ അയൽ രാജ്യത്തെ ശൗൽ രാജാവിന്റെ മകളും ദാവീദ് രാജാവിന്റെ പത്നിയുമായ മീഖൽ രാജ്ഞിയാണ്. വരണം വരണം, രാജ്ഞിയെ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളെ കണ്ടതിൽ എനിക്കും സന്തോഷം. ഫംഗ്ഷൻ തുടങ്ങിയില്ലല്ലോ അല്ലേ? ഇല്ല രാജ്ഞി, സമയമായി വരുന്നതേ ഉള്ളൂ. പങ്ക്ച്വാലിറ്റി എനിക്ക് നിർബന്ധമാണ്. എവിടെയായാലും കൃത്യസമയത്ത് എനിക്ക് എത്തിയിരിക്കണം. മാത്രമല്ല, ആദ്യത്തെ കാഴ്ച എന്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതാണ് ദാവീദ് രാജാവിനും ഇഷ്ടം. ദാവീദ് രാജാവിന്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് കുറെ നാളായല്ലോ. എന്തൊക്കെയുണ്ട് കൊട്ടാരത്തിലെ വിശേഷങ്ങൾ? രാജ്ഞി ഇപ്പോൾ പിതാവിന്റെ കൊട്ടാരത്തിലാണെന്നാണല്ലോ ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്. നിങ്ങൾ കേട്ടത് സത്യമാണ്. ഞങ്ങളുടേത് പ്രണയ വിവാഹമായിരുന്നു. എല്ലാ പ്രണയവും ജീവിതത്തിൽ പൂവണിയില്ല എന്നുള്ള സത്യം എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി. അതെന്താ രാജ്ഞി അങ്ങനെ പറഞ്ഞത്? എന്റെ ഭർത്താവിന് ദൈവത്തോടൊരു പ്രണയമുണ്ടായിരുന്നു. ഒരു ഭാര്യയായി എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ ദൈവത്തെ ഞാൻ യഥാർത്ഥമായി സ്നേഹിച്ചിരുന്നെങ്കിൽ എസ്തേറെ പോലെ എനിക്കും സന്തോഷിക്കാമായിരുന്നു. ഭാര്യാഭർതൃ ബന്ധത്തിൽ ദൈവത്തിന്റെ സ്ഥാനം വളരെ വലുതാണ്. ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ എടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ എസ്തേറിന്റെ ജീവിതത്തിലെ വലിയ സന്തോഷമായി മാറിയത്. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, എസ്തേർ എവിടെ? ആദ്യത്തെ സമ്മാനം എനിക്ക് തന്നെ കൊടുക്കണം. അകത്തേക്ക് ചെന്നോളൂ. വരൂ തോഴിമാരെ, നമുക്ക് അകത്തേക്ക് പോകാം. ഒരു രാജ്ഞിയായിട്ട് പോലും ആദ്യം എത്തുന്നത് ആശ്ചര്യം തന്നെ. അത് ശരിയാ. ഓർമ്മയല്ലേ ആ വരുന്നത്? എസ്തേർ രാജ്ഞി, ഇത് ആരൊക്കെയാ വിരുന്നിന് വിളിച്ചേക്കുന്നത്? ഒന്ന് പതുക്കെ പറ. ഞാൻ കേട്ടു നിങ്ങൾ പറയുന്നത്. അച്ഛനെ എന്നെ ആരും ക്ഷണിച്ചില്ല. എന്റെ അമ്മാവിയമ്മയായ നവോമിയും രൂത്തും ഈ വിരുന്നിന് വരുന്നുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടി. അവരെ കണ്ടിട്ട് കുറേ നാളായി. അവരെയും കൂടി ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഓർപ്പ, ഞങ്ങളോട് ക്ഷമിക്കണം. മുദ്രമോതിരം പതിപ്പിച്ച ക്ഷണക്കത്ത് ലഭിക്കാത്ത ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. രൂത്തിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടല്ലോ, വിത്ത് ഫാമിലി എന്ന്. ഞാനും അവരുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. എന്നാ പിന്നെന്താ അവരുടെ കൂടെ പോകാഞ്ഞത്? എന്ത് ചെയ്യാനാ, അന്ന് ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കൺമുമ്പിലുള്ള സന്തോഷം മാത്രമേ അന്ന് ശ്രദ്ധിച്ചുള്ളൂ. എന്റെ അമ്മായിയമ്മ സേവിച്ച ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ കിട്ടുന്ന സന്തോഷം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചില്ല. ഇതെനിക്ക് കിട്ടിയ സുവർണ ഒരു അവസരമാണ്. ഇപ്രാവശ്യം എല്ലാവരോടൊപ്പം എനിക്ക് പോകണം. നിന്റെ ചാർച്ചക്കാരെ വിട്ടുപോകുന്നതിൽ നിനക്ക് സങ്കടമില്ലേ? ഓ, എന്ത് സങ്കടം! ബേത്ലഹേമിന് സന്തോഷം മോവാബിൽ കിട്ടുമോ? ഇപ്പോഴും രൂത്തിന്റെ സ്ഥിതിയൊക്കെ വേറെ ലെവലല്ലേ. എനിക്ക് അവരെ കാണാൻ ധൃതിയായി. ഞാൻ അകത്തോട്ട് പൊയ്ക്കോട്ടെ? ആയിക്കോട്ടെ. ദൈവമേ, ഇപ്പോഴെങ്കിലും ഓർപ്പിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഞാൻ
ചെയ്ത പാതകം ക്ഷമിച്ചു നീ, സ്വന്തമായി എന്നെ നീ സ്വീകരിച്ചു. വീഴാതെ താങ്ങണേ അന്ത്യനാൾ വരെ, നടത്തിപ്പോറ്റുക എൻ ദൈവമേ. രാഹാബിലെയാ വരുന്നത്? ഇവർ എപ്പോഴാ വിശുദ്ധിയായത്? അത് ശരി, രാഹാബ് മാനസാന്തരപ്പെട്ട വിവരമൊന്നും നീ അറിഞ്ഞില്ലേ? ഇല്ല. കഴിഞ്ഞ വർഷത്തെ പരസ്യയോഗത്തിന് പറഞ്ഞ സാക്ഷ്യം നീ ശ്രദ്ധിച്ചില്ല? ഇല്ല. വരണം രാഹാബ്, കണ്ടതിൽ ഒത്തിരി സന്തോഷം. രാഹാബ് വന്നെന്നറിഞ്ഞാൽ എസ്തേർ രാജ്ഞിക്ക് സന്തോഷമാകും. പരസ്യയോഗത്തിന് രാഹാബ് പറഞ്ഞ സാക്ഷ്യം ഇടയ്ക്കിടെ രാജ്ഞി ഞങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ട്. എല്ലാം ദൈവത്തിന്റെ ദയ. ആ പട്ടണത്തിൽ എത്ര പേർ വസിക്കുന്നു. എങ്കിലും യഹോവയുടെ ഒരു വലിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഞാനും ഒരു ഉപകരണമാക്കപ്പെട്ടതും അത് മുഖാന്തരം ഞാനും എന്റെ പിതൃഭവനവും സംരക്ഷിക്കപ്പെട്ടതും ദൈവപ്രവൃത്തിയാണ്. അതെ അതെ, മനുഷ്യർ പ്രവൃത്തി കണ്ട് ആളുകളെ അളക്കുമ്പോൾ ദൈവം അവരുടെ ഹൃദയവിചാരങ്ങളെയാണ് നോക്കുന്നത്. അതെ, അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഇനി ജീവിക്കുന്നുവെങ്കിൽ ദൈവകൽപ്പനയ്ക്ക് ഒത്തവണ്ണം ദൈവത്തിന് പ്രയോജനമുള്ളവളായി ജീവിക്കണമെന്ന്. ഇന്ന് വരെ ആ വിശ്വസ്തയെ ആയിരിക്കാൻ സർവശക്തൻ സഹായിക്കുന്നു. അതുകൊണ്ടല്ലേ രാജ്ഞിയുടെ വിരുന്നിന് എനിക്കും ക്ഷണം ലഭിച്ചത്. എന്നാൽ രാഹാബ് അകത്തേക്ക് ചെന്നോളൂ. എങ്ങനെ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, ദൈവം വരുത്തിയ മാറ്റം കണ്ടോ? സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. അതിന്റെ തെളിവല്ലേ ഇതൊക്കെ? അങ്ങോട്ട് നോക്കിക്കേ, ഇതാരാ വരുന്നതെന്ന്. ഇത് നമ്മുടെ ലേവിയുടെയും യഹൂദയുടെയും അമ്മയല്ലേ? പക്ഷേ റാഹേലിനെ കൂടെ കാണുന്നില്ലല്ലോ. വന്ദനം. ഒറ്റയ്ക്കുള്ളോ? ഒറ്റയ്ക്കുള്ള വരവൊക്കെ എനിക്കിപ്പോ ശീലമായി. ചില സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് റാഹേൽ നാളത്തെ ഫംഗ്ഷനെ വരൂ. സ്വന്തം കുടുംബത്തിലും സഹോദരിയുടെ മുമ്പിലും പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടും എങ്ങനെ ആ സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാൻ സാധിച്ചു? ഈ ലോകത്തിലെ പല സന്തോഷങ്ങളും എനിക്ക് നിഷേധിക്കപ്പെട്ടെങ്കിലും ദൈവം എന്റെ ഗർഭപാത്രം തുറന്ന് എന്റെ മക്കളായ ലേവി, യഹൂദ എന്നിവരിലൂടെ എനിക്ക് ഇസ്രായേലിന്റെ പുരോഹിത ഗോത്രങ്ങളുടെയും രാജകീയ ഗോത്രങ്ങളുടെയും മാതാവാകുവാനുള്ള വലിയൊരു ഭാഗ്യം തന്നു. അതിൽ ഞാൻ തികച്ചും സന്തോഷവതിയാണ്. എന്റെ ജീവിതത്തിലെ സങ്കടങ്ങളെക്കാൾ ദൈവം എന്നോട് കാണിച്ച ദയ ഓർക്കുവാനാണ് എനിക്കിഷ്ടം. അതൊക്കെ പോട്ടെ, ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? എല്ലാവരും അകത്തുണ്ടോ? അതിഥികൾ ഓരോരുത്തരായി എത്തുന്നതേയുള്ളൂ. എല്ലാം ഗംഭീരമായി നടക്കുന്നു. ആയിക്കോട്ടെ, എന്നാൽ ഞാനും അകത്തേക്ക് ചെല്ലട്ടെ. അങ്ങനെ ആകട്ടെ. അയ്യോ, ഇതെന്ത് രൂപമാ വണ്ടി പിടിച്ചു വരുന്നത്? കണ്ടിട്ട് മിസ്സിസ് ലോത്താണെന്ന് തോന്നുന്നു. നിർത്ത്, സ്ഥലമെത്തി. ഇവിടെ ഇറക്കിയാൽ മതി. പതുക്കെ ഇറക്കണേ. വാ, നമുക്ക് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ക്ഷണക്കത്ത് അങ്ങുവരെ എത്തിയോ? എനിക്ക് കാർഡൊന്നും കിട്ടിയില്ല. എസ്തേർ രാജ്ഞി വിരുന്നൊരുക്കുന്നുണ്ട് എന്നുള്ള അനൗൺസ്മെന്റ് കേട്ടിരുന്നു. എല്ലാവരെയും കാണാനുള്ള അതിയായ ആഗ്രഹത്തിൽ ഞാനിങ്ങ് പോന്നു. അയ്യോ, ക്ഷണിച്ചിട്ടല്ലാത്ത ആരെയും കടത്തിവിടരുതെന്നാണ് രാജ്ഞിയുടെ ഓർഡർ. ഈ ലിസ്റ്റിൽ മിസ്സസ് ലോത്തിന്റെ പേരില്ലല്ലോ. ഇനി ഇപ്പോൾ എന്ത് ചെയ്യും? അയ്യോ, അങ്ങനെ പറഞ്ഞതിനെ വിഷമിപ്പിക്കരുത്. പലരെയും ആശ്രയിച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. രാജ്ഞിയോട് ഞാൻ എത്തിയ വിവരം അറിയിച്ചാൽ മതി, ഉറപ്പായും സമ്മതിക്കും. ഞങ്ങൾ ചോദിച്ചു നോക്കട്ടെ, അന്ന് ലോത്തിന്റെ കൂടെ പോയിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാട് വല്ലതും ഉണ്ടായിരുന്നോ? എന്ത് ചെയ്യാനാ? അനുസരണക്കേടിന്റെ ഫലം അനുഭവിച്ചു തീർക്കുകയല്ലാതെ രക്ഷയില്ലല്ലോ. ഇപ്പോൾ ഞാൻ പശ്ചാത്തപിക്കുന്നു. ദൈവം പറഞ്ഞനുസരിച്ച് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. മക്കളെ, എന്റെ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. ദൈവത്തെ പിൻപറ്റുമ്പോൾ ഉപേക്ഷിച്ചതിനെ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കരുത്. രാജ്ഞി സമ്മതിച്ചിട്ടുണ്ട്. വരൂ, ഞങ്ങൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ. അയ്യോ, ഇപ്പോഴാ ഓർത്ത്. അതിഥികൾക്ക് ഓർഡർ ചെയ്ത സ്പെഷ്യൽ വാട്ടർ ഇതുവരെ എത്തിയില്ലല്ലോ. ശരിയാണല്ലോ, ഞാൻ ഹാഗാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതാ ഹാഗാർ വരുന്നുണ്ടല്ലോ. വന്ദനം ഹാഗാർ. വന്ദനം. ഞാൻ ഇപ്പോൾ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഓ, ഒന്നും പറയണ്ട.
വെള്ളം ഇങ്ങോട്ടൊന്ന് എത്തിക്കാൻ ബുക്ക് ചെയ്ത വണ്ടി ആരോ കൊണ്ടുപോയി. പിന്നെ വേറെ വണ്ടി വിളിക്കേണ്ടി വന്നു. അതാ വൈകിയത്. ആ വണ്ടിയിലാണെന്ന് തോന്നുന്നു മിസ്സസ് ലോത്ത് എത്തിയത്. അത് ശരി, മിസ്സിസ് ലോത്ത് വന്നിട്ടുണ്ടോ? എത്ര കാലമായി എല്ലാരെയും ഒന്ന് കണ്ടിട്ട്. രാജ്ഞി ഇങ്ങനെ ഒരു വിരുന്നൊരുക്കിയത് നന്നായി. എല്ലാരെയും നേരിൽ കാണാമല്ലോ. എന്നാലും എന്റെ ഹാഗാറെ സമ്മതിച്ചു. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും പിറുപിറുക്കാതെ എല്ലാം അതിജീവിച്ചുവല്ലോ. പുറത്താക്കലിൽ മറിഞ്ഞിരിക്കുന്ന നന്മ കണ്ടെത്തിയോളാണ് ഞാൻ. ഇന്നും ആ വിശ്വസ്തയോടെ നിൽപ്പാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കുന്നു. അതെ, ദൈവത്തിന്റെ കരുതലാണ് നമ്മെ ഓരോ സാഹചര്യങ്ങളും തരണം ചെയ്യുവാൻ സഹായിക്കുന്നത്. എന്നാൽ സമയം കളയണ്ട, അകത്തേക്ക് ചെന്നോളൂ. ശരി, എന്നാ ഞാൻ ചെല്ലട്ടെ. എല്ലാരും എത്തിയെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഒരു മിനിറ്റ്, ഇതാരാ ആകെ ഒരു പച്ചപ്പും പൂക്കളും ഒക്കെ ആയി? നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇത് നമ്മുടെ ആദ്യ മാതാവായ ഹവ്വയല്ലേ? ശരിയാണല്ലേ? അങ്ങ് ഏതും തോട്ടം വരെ ക്ഷണക്കത്തെത്തിയോ? വന്ദനം മാതാവേ. വന്ദനം മക്കളെ. മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടും കോസ്റ്റ്യൂം മാറ്റണമെന്ന് തോന്നിയിട്ടില്ലേ? സ്പെഷ്യൽ ഒക്കേഷൻ മാത്രമേ ഞാൻ ഈ കോസ്റ്റ്യൂം ഉപയോഗിക്കാറുള്ളൂ. ഏതൻ തോട്ടത്തിലെ പ്രതാപകാലം എനിക്ക് മറക്കാൻ പറ്റുമോ? എന്തായാലും ഈ ട്രെൻഡ് ഗംഭീരമായിരിക്കുന്നു. നിങ്ങളുടെ ഓർഗാനിക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇന്റർനാഷണൽ ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്തെന്ന് കേട്ടു. നിങ്ങൾ കേട്ടത് ശരിയാണ്. ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ദൈവം ഞങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചില്ല. അപ്പോൾ ദൈവകൽപ്പന ലംഘിച്ചിട്ടും നിങ്ങൾ സമൃദ്ധിയിൽ തന്നെയായിരുന്നോ? ഒരിക്കലുമല്ല. ഞങ്ങളുടെ അവിവേകം മൂലം ഒരുപാട് കഷ്ടത്തിൽ കൂടെ കടന്നുപോയി. എങ്കിലും കഠിനാധ്വാനത്തിൽ കൂടെ മണ്ണിൽ പൊന്നു വിളയിക്കുവാൻ വേണ്ട ആരോഗ്യം ബലം ദൈവം തന്നു. മാത്രമല്ല, ആദ്യ മാതാപിതാക്കളായ ഞങ്ങൾ മുഖാന്തരം തലമുറയിൽ വന്ന് ഭവിച്ച ശാപം നീക്കുവാൻ രക്ഷ എന്ന വാഗ്ദത്തം നൽകി. അതിലൂടെ ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹം തിരിച്ചറിഞ്ഞ് പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. മാനവജാതിയുടെ ആദ്യ മാതാവായ ഹവ്വയ്ക്ക് ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിൽ നിന്നും പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ജീവിതത്തിൽ വലുതോ ചെറുതോ ആയ ഏത് കാര്യമായാലും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്ന പങ്കാളിയുമായി ആലോചിച്ച് മാത്രമേ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാവൂ. പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൽ ശരിയെന്ന് തോന്നുന്നത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിലും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. ദൈവകൽപ്പനയ്ക്ക് വിപരീതമായി നാം എന്ത് ചെയ്താലും അതും അനുസരണക്കേടാണ്. അതിന്റെ ഫലം നിശ്ചയം നാം അനുഭവിച്ചേ മതിയാകൂ. എന്നാൽ മക്കളെ, സമയം കളയുന്നില്ല. അകത്തോടെ ചെന്ന് എല്ലാവരെയും കാണാൻ എനിക്കും തിടുക്കമായി. എന്നാൽ അകത്തേക്ക് ചെന്നോളൂ മാതാവേ. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലുള്ള എല്ലാ അതിഥികളും എത്തിക്കഴിഞ്ഞു. എന്നാൽ വൈകിക്കണ്ട, നമുക്ക് വേഗം എസ്തേർ രാജ്ഞിയുടെ അടുത്തേക്ക് പോകാം. അതെ, നമുക്ക് പോകാം. ധൈര്യത്തിന്റെയും വിവേകത്തിന്റെയും സൗമ്യതയുടെയും പ്രതിരൂപമായ നമ്മുടെ പേർഷ്യയുടെ സ്വന്തം എസ്തേർ രാജ്ഞി ഇതാ പ്രധാന വീതിയിലൂടെ ആഗതയാകുന്നു. വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെട്ടു. അത്തരത്തിൽ പ്രശംസിക്കപ്പെട്ട അനേക മഹിളാരത്നങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഓരോ കാലഘട്ടങ്ങൾ അവസാനിക്കുമ്പോഴും വ്യത്യസ്ത തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ച സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് വർണ്ണിച്ചിട്ടുമുണ്ട്. അവരിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് എസ്തേർ രാജ്ഞി.